ഹായ് ഫ്രണ്ട്സ്, സാൻജോസ് മീഡിയ ടാലന്റ് ഹബിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് കുരിയച്ചിറയുടെ വകയിലെ മിന്നും താരമായ അൽഫോൺസിനെയാണ്. അൽഫോൺസ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് അണ്ടർ-17 അക്കാഡമിയിലെ അംഗമാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അൽഫോൺസ് സെന്റ് ജോൺസ് കുടുംബ കൂട്ടായ്മയിൽ നിന്ന് വരുന്നു. ഈ നടന്ന CLC അതിരൂപത മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ഉൾപ്പെടെ 4 ഗോളുകൾ അടിച്ച് കുരിയച്ചിറ ടീമിനെ ജയിപ്പിച്ച വ്യക്തിയാണ് അൽഫോൺസ്. കൂടുതൽ വിശേഷങ്ങൾക്കറിയാൻ അൽഫോൺസിന്റെ അടുത്തേക്ക് പോകും. ഹലോ അൽഫോൺസ്, ടാലന്റ് ഹബിലേക്ക് സ്വാഗതം. നമുക്കറിയാം അൽഫോൺസ് എന്ന യുവജനങ്ങൾക്കിടയിൽ ഒരു മിന്നും താരമായിട്ട് നിൽക്കുകയാണ്. അൽഫോൺസ് നമുക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തും. അൽഫോൺസ്, എൻ്റെ വീട് കുരിയച്ചിറയുടെ കയ്യിലാണ്. അപ്പച്ചൻ്റെ പേര് ഷാജു എന്നാണ്. ഞാൻ സെന്റ് ജോൺസ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അൽഫോൺസിന് എന്നോട്ടാണ് ഫുട്ബോൾ കളിക്കാനുള്ള പാഷൻ ആരംഭിച്ചത്? ഞാൻ 4 വയസ്സുള്ള തൊട്ട് കളിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ ആദ്യം ഒല്ലൂരായിരുന്നു, അത് കഴിഞ്ഞ് FCRലേക്ക് പോയി, അത് കഴിഞ്ഞ് റോണ്ടോസിലേക്ക്, അത് കഴിഞ്ഞ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ അണ്ടർ-17 ടീമിലുണ്ട്. ഇപ്പോൾ നിലവിൽ എത്ര നാളുകളായി ബ്ലാസ്റ്റേഴ്സിൽ അൽഫോൺസ് കളിക്കാൻ തുടങ്ങി? ഞാനൊരു 3 വർഷമായി കളിക്കാനാണ്. യുവജനങ്ങൾ കുറേയധികം കഷ്ടപ്പെടുകയും ഇങ്ങനൊരു സ്ഥാനം കിട്ടാനായിട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പോൾ അവിടേക്ക് എത്തിപ്പറ്റാനായിട്ട് അൽഫോൺസ് ചെയ്ത കാര്യങ്ങളും അതിനെ മോട്ടിവേഷൻ അൽഫോൺസിന് അവിടെ നിന്ന് കിട്ടിയത്, പിന്നെ അതിനെ തുടർന്നുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. 3 വർഷം മുൻപ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു സെലക്ഷനിലാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയത്. ധാരാളം കുട്ടികൾ വന്നതിൽ 20 മാത്രമേ സെലക്ഷൻ കിട്ടിയുള്ളൂ. അതിലൊരാളാവാൻ എനിക്ക് ഭാഗ്യം കിട്ടി. ഒരു നല്ല പ്ലെയർക്ക് ആദ്യം വേണ്ടത് മെന്റൽ ആൻഡ് ഫിസിക്കൽ സപ്പോർട്ടാണ്. അൽഫോൺസിനെ എങ്ങനെയാണ് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്, ആരാണ് ഏറ്റവും കൂടുതൽ അൽഫോൺസിനെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. എൻ്റെ വീട്ടിലാണെങ്കിൽ അപ്പച്ചനമ്മച്ചി ചേട്ടനാണുള്ളത്. 3 പേരും ഭയങ്കര സപ്പോർട്ടാണ്. രാവിലെ നേരത്തെ എന്നെ ക്യാമ്പിന് കൊണ്ടാക്കാനായാലും എല്ലാവരും നേരത്തെ എന്നെ സപ്പോർട്ട് ചെയ്ത് വരുന്നതുകൊണ്ട് എനിക്ക് വലിയ അത്ര പ്രോബ്ലം ഒന്നുമില്ല. സുഖമായിട്ട് അങ്ങനെ ക്യാമ്പിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ചേട്ടനായാലും നേരത്തെ എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടാക്കാനും കാര്യങ്ങൾക്കൊക്കെ ചേട്ടനും അപ്പച്ചനൊക്കെ ആയിരുന്നു കൂടെ ഉണ്ടായത്. എൻ്റെ അമ്മയുടെ പ്രാർത്ഥന എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാരണം മാച്ചിനൊക്കെ പോകുമ്പോൾ അമ്മയോട് ഞാൻ പ്രാർത്ഥന പറയാറുണ്ട്. അമ്മയുടെ പ്രാർത്ഥന എനിക്ക് പരിക്കും അങ്ങനെ അപകടങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോകാൻ സാധിക്കുന്നുണ്ട്. അൽഫോൺസ് കളിക്കാനൊക്കെ പോകുമ്പോൾ ഒരുപാട് ക്ലാസ്സുകളൊക്കെ മിസ്സാവാറില്ലേ? അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകുന്നത്? കളികൾക്ക് വേണ്ടി പോകുമ്പോൾ സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് ട്യൂഷനും കാര്യങ്ങളൊക്കെ പോയിട്ട് പ്രാക്ടീസ് കഴിഞ്ഞിട്ടുള്ള നേരത്ത് പഠിച്ച് അങ്ങനെ അതൊക്കെ മാനേജ് ചെയ്ത് അങ്ങനെ പോകുന്നു. ഇപ്പോഴത്തെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് അൽഫോൺസിന് സ്പോർട്സിന്റെ കാര്യങ്ങളിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഉപദേശങ്ങളൊക്കെ എന്താണ്? സ്പോർട്സിൽ പാഷനേറ്റ് ഉള്ളവരോട് പറയാനുള്ളത്, എപ്പോഴും അവരുടെ ബോഡി ഫിറ്റായി വെക്കണം. ഏത് സ്പോർട്ടായാലും അതിനോടുള്ള സ്കില്ല് എപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നല്ലോണം പ്രാർത്ഥിച്ച് ഡ്രഗ്സ് ഒന്നും പരമാവധി ഉപയോഗിക്കാതെ നോക്കണം. ഡ്രഗ്സ് ഉപയോഗം നിർത്തണം, അതാണ് പറയാനുള്ളത്. പിന്നെ നല്ല രീതിക്ക് എന്താ വർക്കൗട്ട് ചെയ്ത് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഭക്ഷണ കാര്യങ്ങളാണെങ്കിൽ എണ്ണയും മധുരമുള്ള ഭക്ഷണങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല. ഇഞ്ചുറി ഒന്നും കൂടാണ്ട് പരമാവധി കളിക്കാൻ നോക്കണം. ഇഞ്ചുറി ഉണ്ടെങ്കിൽ ഫുൾ എഫേർട്ട് ഇട്ടൊന്നും കളിക്കാൻ പറ്റില്ല. കളിക്കിറങ്ങാൻ നേരത്താണെങ്കിൽ ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ പരിക്കോളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇറങ്ങിയിട്ട് പ്രാർത്ഥനയില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ ഇത്ര നേരം ടാലന്റ് ഹബിന് വേണ്ടി സമയം ചെലവഴിച്ച അൽഫോൺസിന് വളരെയധികം നന്ദി. ബ്ലാസ്റ്റേഴ്സ് ഇവിടെ കളിച്ച് ഇന്ത്യൻ ടീമിൽ കയറി പറ്റി ഇന്ത്യക്ക് വേണ്ടി ഗോൾ അടിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തൊരു ടാലന്റഡ് ആയിട്ടുള്ള ഒരാളെ കണ്ടുമുട്ടുന്നവരെ സൈനിങ് ഓഫ് ഫ്രം സാൻജോസ് മീഡിയ. ഇറ്റ്സ് മീ ആൻജോ.